വർക്കല സ്വസ്തി ജ്യോഷ്ണം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശി ചക്രത്തിലെ 24ാമത്തെ നക്ഷത്രമായിട്ടുള്ള ചതയം നക്ഷത്രം. ശതാഭിഷേക് എന്ന് സംസ്കൃത നാമം. ആ ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ പ്രത്യേകതകളും ആ വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ സ്ഥിരമായ ഗുണം, ഉയർച്ച, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏതൊക്കെ ദേവതാ സങ്കല്പത്തെയും ഏതൊക്കെ ഗ്രഹത്തെയുമാണ് ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജ്യോഷ്ഠം യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചതയം നക്ഷത്രം അത് രാഹുവിന് പറഞ്ഞ 3 നാളിൽ ഒന്നാണ് ചതയം നാള്. അതുപോലെ ഈ ചതയം നാള് ഉൾപ്പെടുന്നത് കുംഭ രാശിയിലാണ്. കുംഭക്കൂറാണത്. ശനിയുടെ രാശിയിലാണ്. രാശിയുടെ അധിപൻ ശനിയാണ്. രാഹുവിന് പറഞ്ഞ നക്ഷത്രമാണ്. അതുപോലെ ഈ നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള ദേവത വരുണനാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ രാഹുവിൻ്റെയും ശനിയുടെയും പ്രത്യേകതകൾ, ഗുണങ്ങൾ, ദോഷങ്ങളൊക്കെ തന്നെ ചതയം നാളുകാരിൽ ഉണ്ടാകും. രാഹുവിന് പറഞ്ഞിട്ടുള്ള നിർബന്ധ ബുദ്ധി, ശനിക്ക് പറഞ്ഞിട്ടുള്ള ചില മന്ദതകൾ, ഇതൊക്കെ ഇവരിൽ ഉണ്ടായിരിക്കും. രാഹുവിന് പറഞ്ഞിട്ടുള്ള സ്വാർത്ഥതയും ഈ നാളിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈ നാളുകാർ പൊതുവെ നല്ല അറിവുള്ളവരാണ്. പ്രതികരണ സ്വഭാവം ഉണ്ടാകും. സ്വതന്ത്രമായ പ്രവർത്തനം. ഏത് കാര്യത്തിനും തൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെ ഇടപെടാൻ വിടത്തില്ല. താൻ തന്നെ തൻ്റെ കാര്യം തീരുമാനിക്കും. താൻ ഇടപെടുന്ന കാര്യങ്ങൾ അന്യരുടെ അനാവശ്യമായ ഇടപെടലുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തും. തീരുമാനങ്ങൾ, ഒരു തീരുമാനമെടുത്താൽ പ്രതിസന്ധികൾ ഒന്നും തന്നെ വകവയ്ക്കാതെ അത് നടപ്പിലാക്കുന്നവരാണ് ചതയം നാളുകാർ. ജീവിതത്തിൽ സൗഖ്യത ആഗ്രഹിക്കും. തൻ്റെ സുഖം, തൻ്റെ സൗഖ്യത, തൻ്റെ ആഡംബരം, തൻ്റെ മനസ്സുഖം, അതിന് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കും. അതുപോലെ ഇവർ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കും. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കുമെന്ന് മാത്രമല്ല, ഏത് കുരുട്ടുവഴിയിലൂടെയും നേർവഴി വിട്ടും അവർ മുന്നോട്ട് പോകും. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് അല്പം മറവിയുള്ളവരാണ് ഇവർ. അതുപോലെ ഇവരുടെ പ്രവൃത്തിയിൽ വൃത്തിയായിരിക്കും. അതുപോലെ ചതയം നാളുകാരുടെ പ്രവൃത്തിയിൽ നല്ല വൃത്തിയുണ്ടാകും. അവരിയ്ക്കുന്ന സ്ഥലമാണ് എന്നുണ്ടെങ്കിലും അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഒരു വൃത്തിയുണ്ടായിരിക്കും. പല ശാസ്ത്രവും കൈകാര്യം ചെയ്യും. ഒന്നിലധികം കാര്യങ്ങളിൽ ഉൽപ്പത്തിയുള്ളവരാണ് ചതയം നാളുകാർ. ആലോചനയില്ലാതെ, മുന്നൊരുക്കമില്ലാതെ പുതിയ കാര്യങ്ങളിൽ ഇടപെട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമാണ് ഇവർ. ഇവർ ഒരു നിർബന്ധ ബുദ്ധിക്കാരാണ്. ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും, മാറില്ല. സാഹചര്യങ്ങളും മനസ്സിലാക്കാത്ത ഒരു നിർബന്ധ ബുദ്ധി ഉള്ളവരാണിവർ. അതുപോലെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്ര ചെയ്യാൻ യോഗ്യപ്പെട്ടവരാണ്. ഒരുപാട് യാത്ര ഇവർക്കുണ്ടായിരിക്കും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട്. കുംഭക്കൂറിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ സാധാരണ ആൾക്കാരിൽ കാണാത്ത ചില വിചിത്രമായ സ്വഭാവങ്ങളും അസ്വാഭാവികമായിട്ടുള്ള ചില ചിന്തകളും ഒക്കെ ഉള്ളവരായിരിക്കും ചതയം നാളുകാർ. ചഞ്ചല ചിത്തത. ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ അത് വേണോ, ഇത് വേണോ, എടുത്താൽ എങ്ങനെ, തീരുമാനം എടുത്താൽ എങ്ങനെ, ഇങ്ങനെയുള്ള മനചഞ്ചലത അനുഭവിക്കുന്നവരാണ് കുംഭക്കൂറിൽ ജനിച്ച ചതയം നാളുകാർ. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്നവരാണിവർ. ബന്ധുക്കളോട് ഇഷ്ടമുണ്ടാകും, സ്നേഹമുണ്ടാവും, സൗഹൃദമുണ്ടാകും. പക്ഷേ സ്വജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ യോഗപ്പെട്ടവരാണ് ചതയം നാളിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾ. ഇവർ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ വലിയ പാടാണ്. അതിലവർ ഉറച്ചു നിൽക്കും, സാഹചര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ. പൊതുവെ ഒരു നോട്ടത്തിൽ തന്നെ ഇവർ കുലീനരായിരിക്കും, കുലീനത പ്രകടിപ്പിക്കും. അതുപോലെ മാതാവിനോട് വളരെ സ്നേഹമുള്ളവരായിരിക്കും ഇവർ. മുൻകോപം വന്നാൽ, അതുപോലെ കോപം വന്നാൽ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ചതയ നക്ഷത്രക്കാർ. തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും അവരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യും ചതയം നാളുകാർ. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ത്യാഗമൊന്നും ഇവർ സഹിക്കത്തില്ല. വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ത്യാഗമൊന്നും സഹിക്കുന്ന മനസ്ഥിതിയൊന്നും ഉള്ളവരല്ല. എൻ്റെ പ്രവൃത്തി എന്താണോ അതിനൊപ്പം മറ്റുള്ളവർ എന്നോടൊപ്പം കൂടണം എന്നുള്ള ഒരു മനസ്ഥിതി ഉള്ളവരാണവർ. ചതയം നാളിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ ജനിക്കുന്നത് രാഹുവിൻ്റെ ദിശയിലാണ്. ഈ രാഹു ദശ മൊത്തം 18 വർഷമാണ് എന്നുണ്ടെങ്കിലും ഈ രാഹു ദശ പൊതുവെ നാളുകാർക്ക് ഒരു 7 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിനകത്ത് ഒരു 8 വർഷം കൂട്ടാം. അർദ്ധാംശം വെച്ച് കൂട്ടിയാൽ ഒരു 8 വർഷം മാത്രമേ അനുഭവത്തിൽ വരുന്നുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന 8 വർഷത്തോളം രാഹുദശ
രാഹു ദശയിൽ ജനിച്ച വ്യക്തികൾക്ക് ബാലാരിഷ്ടത വളരെ അധികമായിരിക്കും. ഒന്നാമത് അവർ ശനിയുടെ രാശിയിലാണ് ജനിച്ചത്, പിന്നെ രാഹുവിൻ്റെ ദശയും കൂടെയാണ്. അതുകൊണ്ട് ബാലാരിഷ്ടത ഉണ്ടാകും, ത്വക്ക് രോഗങ്ങൾ വരാം, അതുപോലെ മുറിവ് കാര്യങ്ങൾ, വ്രണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാം, വിഷജന്യമായിട്ടുള്ള രോഗങ്ങൾ വരാം. അതൊക്കെ ആ കുട്ടികൾ അനുഭവിക്കുന്നതാണ്. ഏകദേശം 8-10 വയസ്സിനുള്ളിൽ 8-10 വയസ്സ് വരെയും രാഹു ദശയിൽ ജനിച്ച കുട്ടികൾ. ആ സമയത്ത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് സർപ്പപ്രീതി വരുത്തുക, ആയില്യ പൂജ നടത്തുക. അടുത്തുള്ള സർപ്പക്കാവിൽ, അതുപോലെ മഹാക്ഷേത്രങ്ങളിൽ, സർപ്പവുമായി ബന്ധപ്പെട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ പോകുക. യഥാശക്തി അവിടുത്തെ വഴിപാട് കാര്യങ്ങൾ കുട്ടിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ചെയ്യുക. അതുപോലെ ശിവനെ ഭജിക്കുക, മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് മൃത്യുഞ്ജയ ഹോമം നടത്തിയൊക്കെ ശിവനെ ഭജിക്കുക. ഇതാണ് ഏകദേശം 10 വയസ്സോളമുള്ള രാഹു ദശക്കാർ, 10 വയസ്സോളമുള്ള ചതയം നക്ഷത്രക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി ചതയം നാളുകാർക്ക് രാഹുദശ കഴിഞ്ഞാൽ 16 വർഷം 26 വയസ്സ് വരെയും വ്യാഴദശയാണ്. ആ വ്യാഴദശ കാലഘട്ടത്തിലാണ് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഘട്ടം, അവരുടെ സ്വഭാവം രൂപീകൃതമാകുന്ന ഒരു ഘട്ടം, അവരുടെ കർമ്മരംഗത്തിന്റെ തുടക്കമൊക്കെ വ്യാഴദശയിലായതുകൊണ്ട് ചതയം നാളിൽ ജനിച്ച വ്യക്തികൾ 10 വയസ്സിന് ശേഷം 26 വയസ്സ് വരെയും മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയൊക്കെ സ്ഥിരമായിട്ട് ഭജിക്കുക, വിഷ്ണു പ്രീതി വരുത്തുക. അതും വിദ്യാഗുണത്തിന് വേണ്ടിയിട്ട് പുരുഷസൂക്ത മന്ത്രം ജപിച്ചുള്ള അർച്ചന നടത്തുക. വിഷ്ണുവിന് സ്ഥിരമായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പുരുഷസൂക്ത മന്ത്ര ജപത്തോടുകൂടി അർച്ചന നടത്തുന്നത് വിദ്യയ്ക്ക് നല്ലതാണ്. അതുപോലെ കുടുംബ സൗഖ്യതയ്ക്കും കർമ്മരംഗത്തിനും അത് ഗുണം നൽകും. 26 വയസ്സ് വരെയും തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് ഇതാണ്. 26 വയസ്സിന് ശേഷമുള്ള 19 വർഷത്തോളം 45 വയസ്സോളം ശനിദശയാണ് അനുഭവിക്കുന്നത്. അവരുടെ രാശ്യാധിപനാണ് ശനി. ചതയം നാള് കുംഭക്കൂറിലാണ്. ആ കുംഭക്കൂറിന്റെ അധിപതിയാണ് ശനി. പൊതുവെ അല്പസ്വല്പം ഗുണങ്ങൾ നൽകാൻ യോഗ്യപ്പെട്ട ഒരു ഗ്രഹമാണ് ചതയം നാളുകാർക്ക് ശനി. അതുകൊണ്ട് തന്നെ ശാസ്താവിനെയും ശിവനെയും ഭജിക്കുക. ആ കാലഘട്ടം എന്ന് പറയുന്നത് 25-26 വയസ്സിന് ശേഷമുള്ള 19 വർഷത്തോളം അവരുടെ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത, ഗുണങ്ങൾ, കർമ്മരംഗത്തെ സ്ഥിരത, കർമ്മത്തിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾ, സന്താനങ്ങളുടെ സൗഖ്യത, സന്താനങ്ങളുടെ ഗുണം, ഇതൊക്കെ അനുഭവിക്കേണ്ട കാലമാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ സ്ഥിരമായി ശിവനെ ഭജിക്കുക. അതും ശിവൻ അഷ്ടോത്തര മന്ത്ര ജപത്തോടുകൂടിയും രുദ്രമന്ത്ര ജപത്തോടുകൂടിയും ഒക്കെ ശിവനെ ഭജിക്കുന്നത് കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറുന്നതിനും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം കിട്ടുന്നതിനും സന്താനങ്ങൾക്ക് ഗുണം കിട്ടുന്നതിനും ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുക. ആ പറഞ്ഞിരിക്കുന്ന 44-45 വയസ്സിന് ശേഷം 17 വർഷത്തോളം അവർക്ക് ബുധന്റെ ദശയാണ്. 62 വയസ്സോളം എന്ന് പറയാം. ആ ബുധദശ കാലഘട്ടത്തിൽ അവതാരമൂർത്തികളായിട്ടുള്ള കൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ ഭജിക്കുക, കൃഷ്ണപ്രീതി വരുത്തുക, ശ്രീരാമനെ ഭജിക്കുക. അതുപോലെ തന്നെ കർമ്മരംഗത്തെ ഗുണങ്ങൾ അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ട് നരസിംഹമൂർത്തിയെ ഭജിക്കുന്നതും നല്ലതാണ്. ചതയം നാളുകാർ 62 വയസ്സിന് ശേഷമുള്ള 7 വർഷത്തോളം കേതുവിന്റെ ദശയാണ്. ഗണപതിയും ഭദ്രകാളിയും ആരാധിക്കുന്നതായിരിക്കാം നല്ലത്. അതിനുശേഷം ശുക്രന്റെ ദശ, ഗണപതിയെ ആരാധിക്കുക. ഇത്രയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും എല്ലാ കാലവും ശിവനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമം. അതുപോലെ അവരുടെ നക്ഷത്രാധിപതി ആയിട്ടുള്ള രാഹുവിനെ ഭജിക്കുന്നത്. എല്ലാ കാലവും ശിവനെ ഭജിക്കുക, എല്ലാ കാലവും രാഹു പ്രീതി വരുത്തുക. രാഹു പ്രീതിക്ക് വേണ്ടി സർപ്പാരാധന ചെയ്യാം, അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ രാഹുവിന് പ്രത്യേകിച്ച് വിശേഷമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും ചെയ്യാം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാഹു പൂജ ചെയ്യാം, വിശേഷമായിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ പൊതുവായ ഗുണങ്ങൾ നൽകാൻ യോഗ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇനി ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ നക്ഷത്ര ദിനങ്ങളിൽ ശുഭകാര്യം ചെയ്യരുത്, ഏതൊക്കെ നക്ഷത്ര ജാതരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഒഴിവാക്കണം എന്ന് ചോദിച്ചാൽ, അവർ ജനിച്ചതിന്റെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്രട്ടാതി, അശ്വതി, കാർത്തിക തുടങ്ങിയ 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ഈ പറഞ്ഞ 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ, കൊടുക്കൽ വാങ്ങൽ എല്ലാം ഒഴിവാക്കുക. അതുപോലെ ഈ 3 നക്ഷത്ര ദിനങ്ങളിലും അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങൾ ഒഴിവാക്കുക, നൂതന സംരംഭങ്ങൾ ഒഴിവാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളും ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഒഴിവാക്കേണ്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള വിവാഹബന്ധം പുരുഷന്മാർ ഒഴിവാക്കണമെന്ന് ജ്യോതിഷർ പറയാത്തത് കൊണ്ട് അവർ ജാതകം ചിന്തിച്ചതിന് മാത്രം അവർ മകളുടെ വിവാഹത്തിലോട്ട് കടക്കുക. പിന്നെ
ഈ പറഞ്ഞിരിക്കുന്ന ചതയം നാളിൽ നിന്ന് 3-ാമത്തെ 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്രട്ടാതി, അശ്വതി, കാർത്തിക തുടങ്ങിയ നക്ഷത്രങ്ങൾ ജനിച്ചിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ രക്തബന്ധത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തികളുമായിട്ടാണെന്നുണ്ടെങ്കിൽ, സ്വന്തം കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ അവർ ഈ നക്ഷത്രത്തിൽ പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണമെന്നോ അവരെ ശത്രുവായി കാണണമെന്നോ അവരുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദങ്ങൾ ഒഴിവാക്കണമെന്നോ എന്ന് പറയുന്നില്ല. ആ നിയമം രക്തബന്ധത്തിന് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. ചതയം നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള സാമാന്യമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. ജ്യോതിഷ സംബന്ധമായ പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ട് വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോകൾ കാണുക. നന്ദി, നമസ്കാരം.